നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ചക്കുളത്തുകാവിലെ ഈ വർഷത്തെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഈ മാസം 13-നാണ് പൊങ്കാല. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അജിത് ശങ്കറിന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്കായി സഹായ നിലപാട് സ്വീകരിച്ച ഹരിപ്പാട് സ്റ്റേഷൻ SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി K സോമനാഥ പിള്ള ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചക്കുളത്തുകാവിലെ ഈ വർഷത്തെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഈ മാസം 13-നാണ് പൊങ്കാല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമത്തിന് വേദിയൊരുങ്ങുന്ന ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ഡിസംബർ 13-നാണ് പൊങ്കാല. കൈകളിൽ പൂജാദ്രവ്യങ്ങളും നാവിൽ ദേവീസ്തുതികളുമായി വനിതകൾ അണിമുറിയാതെ എത്തുമ്പോൾ ചക്കുളത്തുകാവും പരിസരവും കാർത്തിക പൊങ്കാലയുടെ പുണ്യത്തിലമരും. തിരുവല്ല മുതൽ തകഴി വരെയും MC റോഡിൽ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, പന്തളം റൂട്ടിലും മാന്നാർ മാവേലിക്കര റൂട്ടിലും മുട്ടാർ, കിടങ്ങറ, വിയ്യപുരം, ഹരിപ്പാട് റൂട്ടിലും പൊങ്കാല അർപ്പിക്കുന്നതിനായി ഭക്തർ ഇതിനോടകം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. പൊങ്കാല ഇൻഫർമേഷൻ സെന്ററുകളിൽ ക്ഷേത്ര വോളണ്ടിയേഴ്സിന് നിർദ്ദേശങ്ങൾ നൽകുവാനായി മൊബൈൽ ഫോൺ സംവിധാനവും ഇക്കുറി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി സ്ഥിരം സംവിധാനങ്ങൾക്ക് പുറമെ താൽക്കാലിക ശൗചാലയങ്ങളും ഏർപ്പെടുത്തി. കൂടാതെ വിവിധ സാമൂഹ്യ, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മറ്റ് ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 3001 വോളണ്ടിയേഴ്സിന്റെ സേവനത്തിന് പുറമെ പോലീസ്, KSRTC, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, KSCB, വാട്ടർ അതോറിറ്റി, എക്സൈസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റവന്യൂ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സേവനവും പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി, രഞ്ജിത്ത് B നമ്പൂതിരി, മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് MP രാജീവ്, സെക്രട്ടറി PK സ്വാമിനാഥൻ എന്നിവർ മാധ്യമപ്രവർത്തകർക്കായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ചക്കുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നാടിനകത്തും പുറത്തു നിന്നുമായി വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ എല്ലാവിധ സൗകര്യങ്ങളും അവർ വന്നാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വരുന്നതിനും പോകുന്നതിനുള്ള സൗകര്യങ്ങളും, അതുപോലെ തന്നെ അവർക്ക് സുഖമായിട്ട് പൊങ്കാല ഇടുന്നതിനും ദേവീ ദർശനം നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ചികിത്സാ സൗകര്യത്തിനും അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രവർത്തികൾക്കും വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും തീർന്നിരിക്കുകയാണ്. അപ്പോൾ പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകുക, IV ആക്ട്, അറബിക്കടലിൽ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആലപ്പുഴ പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU, ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മോട്ടോർ ബോട്ട് ഉടമകൾ എന്നിവരുടെ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ആലപ്പുഴ MLA പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായത്തിന്റെ സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്തം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല, ഗവൺമെന്റിന് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അതിൽ ടൂറിസം വകുപ്പായാലും അതിനകത്ത് തുറമുഖ വകുപ്പായാലും അതുപോലെ തന്നെ പോലീസായാലും ഈ കാര്യത്തിലെല്ലാം
ഈ വ്യവസായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് പരിചയസമ്പന്നരായ അർഹതപ്പെട്ട എല്ലാ രേഖകളും നൽകിയിട്ടുള്ള ഹൗസ് ബോട്ടുകൾക്കും ചിക്കാരി ബോട്ടുകൾക്കും നിയമാനുസൃതമുള്ള ലൈസൻസ് കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. അങ്ങനെയുള്ള ലൈസൻസ് കൊടുക്കാതെ ഇനിയും ഇവരെ ദ്രോഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ സമരം കുറെ കൂടെ ശക്തിപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ കടുത്ത നിലപാടിലേക്ക് പോകുവാനും ഈ രംഗത്തുള്ളവർ തയ്യാറാകേണ്ടി. സംയുക്ത സമരസമിതി ചെയർമാൻ വി വിനോദ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA CK സദാശിവൻ, ലൈജു മാതിരമ്പള്ളി, കെവിൻ റൊസാരിയോ, ജോബിൻ അക്കരക്കളം, അശോകൻ, R മാധവൻ നായർ, PK സജീവ് കുമാർ, A അനസ്, ടോം തോമസ്, അശോകൻ, ഭാസ്കരൻ, MP അനിരുദ്ധൻ, MK സതീശൻ എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അദാനി അഴിമതിയും മോദി സർക്കാരിന്റെ പങ്കും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കുക, മണിപ്പൂർ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യുക, അഫ്സപ്പ കരിനിയമം പിൻവലിക്കുക, വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആലപ്പുഴ CPI മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ചർച്ച ചെയ്യണം. ഇത്ര ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട മണിപ്പൂർ ജനതയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സമീപനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരും BJPയും മാറണം. ആ വിഷയം പാർലമെന്റിൽ ഗൗരവതരമായി ചർച്ചയ്ക്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, അതീവ ഗുരുതരമായിരിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇവയ്ക്ക് പരിഹാരം കാണണമെന്നും ഈ സമരത്തിലൂടെ നാം ആവശ്യപ്പെടുകയാണ്. നേരത്തെ ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ ധർണ പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, DP മധു, B നസീർ, PK ബൈജു, B അൻസാരി, മറ്റ് പ്രവർത്തകർ എന്നിവർ മാർച്ചിലും ധർണയിലും സംബന്ധിച്ചു. അഡ്വക്കേറ്റ് അജിത് ശങ്കറിന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ച മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്കായി സഹായ നിലപാട് സ്വീകരിച്ച ഹരിപ്പാട് സ്റ്റേഷൻ SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് അജിത് ശങ്കറിന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്കായി സഹായ നിലപാട് സ്വീകരിച്ച ഹരിപ്പാട് സ്റ്റേഷൻ SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നേരത്തെ ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഹരിപ്പാട് ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കേസ് ഫയലുകളും അതുപോലെ തന്നെ ഫർണിച്ചറും അടക്കം എല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിലിട്ട് ആ ഓഫീസിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറി ആ ഓഫീസിനെ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് അഭിഭാഷക ഓഫീസിന് പകരം ഒരു സ്റ്റിച്ചിങ് സെന്ററാക്കി മാറ്റി. സ്റ്റിച്ചിങ് സെന്ററാക്കി മാറ്റിയെന്ന് മാത്രമല്ല, അവിടെ 2-3 മെഷീൻ കൊണ്ടിട്ട് ഏതോ സ്ഥലത്ത് നിന്ന് കട്ട് പീസുകൾ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ഏതാണ്ട് പൂർണ്ണ അർത്ഥത്തിൽ സ്റ്റിച്ചിങ് സെന്ററാക്കി ആ ഓഫീസിനെ പരിവർത്തനം ചെയ്ത ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി ഹരിപ്പാട്ടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ബോധപൂർവം ശ്രമിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചാർജ്. ഹരിപ്പാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് R ഹരികൃഷ്ണൻ ധർണയിൽ അധ്യക്ഷനായി. കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് S സുദർശനകുമാർ, അഡ്വക്കേറ്റ് E രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് ജോർജ് തോമസ്, അഡ്വക്കേറ്റ് C വിധു, അഡ്വക്കേറ്റ് MM അനസ് അലി എന്നിവർ സംസാരിച്ചു. ഹരിപ്പാട് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയൻ നന്ദി പറഞ്ഞു. ബാർ അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ
അനുകൂല തീരുമാനമുണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി അഭിഭാഷക സംഘടനകൾ മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻകാരുടെ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണത്തിന്റെ 4ാം ഗഡു അനുവദിക്കുക, 2024 ജൂലൈ മുതൽ അർഹമായ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, 2022 ജനുവരി മുതലുള്ള 6 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റും 2013 ഏപ്രിൽ മുതൽ നിയമനമാകുന്ന ജീവനക്കാർക്ക് സർവീസ് പെൻഷൻ അർഹതയില്ല. നിങ്ങൾക്ക് പെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സർവീസിൽ കയറുന്ന കാലം മുതൽ അതിനാവശ്യമായിട്ടുള്ള കാശ് സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഉത്തരവ്. നമ്മുടെ രംഗത്ത് അതിനെ ശക്തമായി എതിർത്ത അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ് ഈ പരിഷ്കാരം എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു പെൻഷൻ സംഘടന കേരളത്തിലെ സർവീസ് യൂണിയനാണ്. ഇന്ന് 1-ാം തീയതി 2-ാം തീയതി പെൻഷൻ കർഷകരുടെ മുമ്പിൽ മാനവുമായിട്ട് ഇത്തരം നിന്ന് ഞങ്ങളാണ് പെൻഷൻകാരുടെ അവകാശങ്ങളെല്ലാം. ബ്ലോക്ക് പ്രസിഡന്റ് എം വി മണി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി നരേന്ദ്രൻ നായർ, കെ കെ രാമചന്ദ്രൻ, എൻ പുഷ്കരൻ, എസ് ശുഭ, ജ്യോതിഷ് കുമാർ, സൈഫുദ്ദീൻ, പി കെ വിലാസിനി എന്നിവർ ധർണയിൽ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷവേളയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് നാവിൽ കൊതിയൂറും കേക്കുകൾ. ഇവിടെ ഇതാ ക്രിസ്മസ് വിപണിയെ സജീവമാക്കാൻ ഇത്തവണ മില്ലറ്റ് കേക്കുകളും രംഗത്തിറക്കുകയാണ് വ്യാപാരികൾ. ആലപ്പുഴ വടികാട് ജോളിസ് ബേക്കറിയാണ് കേക്കുകളിൽ തന്നെ വേറിട്ടതും ആരോഗ്യകരവുമായ മില്ലറ്റ് കേക്കുകൾ ഇത്തവണ വിപണിയിൽ എത്തിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. വിവിധ ആകൃതിയിലും വർണ്ണങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന കേക്കുകൾ പലതുണ്ടെങ്കിലും ഇത്തവണ ക്രിസ്മസ് വിപണി സജീവമാക്കാൻ എത്തുകയാണ് തീർത്തും ധാന്യങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന മില്ലറ്റ് കേക്കുകൾ. ട്രാൻസ് ഫാറ്റും മൈദയും ഇല്ലാതെ ഫാറ്റ് ഫ്രീ കേക്കുകൾ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് വിപണിയിലെത്തുന്നത്. ആലപ്പുഴ വടികാട് ജംഗ്ഷന് സമീപം ജോളിസ് ബേക്കറിയാണ് ക്രിസ്തുമസ് വിപണിയെ സജീവമാക്കാൻ ഇക്കുറി ഫാറ്റ് ഫ്രീ കേക്കുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബേക്കറി അങ്കണത്തിൽ സംഘടിപ്പിച്ച മില്ലറ്റ് കേക്കിന്റെ ലോഞ്ചിങ് വാർഡ് കൗൺസിലർ അമ്പിളി അരവിന്ദ് നിർവഹിച്ചു. ചേട്ടൻ അത് പുതിയൊരു ആശയമായിട്ട് മില്ലറ്റ് കേക്ക് ചെറിയ ധാന്യങ്ങളൊക്കെ പൊടിച്ച് അത് ചേർന്ന് മൈദയുടെ കണ്ടന്റ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം കഴിക്കുന്ന തരത്തിലേക്ക് ഒരു മില്ലറ്റ് കേക്ക് ചേട്ടൻ പുതിയതായിട്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇനിയും ഭാവിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് ഉയരാനും നല്ല രീതിയിൽ ഇനിയും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാകുവാനും അത് നമ്മൾ എല്ലാവരും ചേട്ടനെ സഹായിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞത് ആശയം. ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി അരുൺകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ജോളിസ് ബേക്കറി മാനേജിംഗ് ഡയറക്ടർ കെ എം ജോളിച്ചൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. EC2 ബേക്കറി സൊല്യൂഷൻ പ്രൊഡക്ഷൻ ഹെഡ് കെ രഞ്ജുകുമാർ മില്ലറ്റ് കേക്കിനെ കുറിച്ച് വിശദീകരിച്ചു. മൈദ ഒട്ടും പോലും ആഡ് ചെയ്യാതെ തയ്യാറാക്കിയ ഒരു കേക്കാണ് മില്ലറ്റ് കേക്ക്. അതുപോലെ തന്നെ ഫാറ്റ് ഫ്രീ ആണ്. ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഫാറ്റും മൈദയും ഇല്ലാതെ ഒരു ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് 2 ടൈപ്പ് മില്ലറ്റുകളാണ് കോമൺ ആയിട്ടുള്ള, അതായത് മേജർ മില്ലറ്റും മൈനറ്റ് മില്ലറ്റും എന്ന് പറയുന്ന 2 ടൈപ്പ് മില്ലറ്റ് ആണ്. ഇതിൽ മേജർ മില്ലറ്റ് എന്ന് പറയുന്ന റാഗി, അതുപോലെ ചോളം എന്നിങ്ങനെയുള്ള മേജർ മില്ലറ്റുകളും പിന്നെ മൈനർ മില്ലറ്റ് എന്ന് പറയുന്ന വരാഗം, അതേപോലെ ആട്ട ഇങ്ങനെയുള്ള മില്ലറ്റുകളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ നല്ല ന്യൂട്രീഷനും ഫൈബറും മിനറൽസും ഒക്കെ അടങ്ങിയ ഒരു കേക്കാണ്. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ സി മുരളി മുഖ്യാതിഥിയായിരുന്നു. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സുരേഷ് ബാബു ആദ്യ മില്ലറ്റ് കേക്ക് കൗൺസിലർ അമ്പിളി അരവിന്ദിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി. മില്ലറ്റ് കേക്കുകൾ കൂടാതെ ജാക്ക് ഫ്രൂട്ട് കേക്ക്, മാർബിൾ കേക്ക്, പൈനാപ്പിൾ പുഡിംഗ് കേക്ക്, റോയൽ പ്ലം കേക്കുകൾ എന്നിവയും വിപണിയെ സജീവമാക്കാൻ ഇക്കുറി രംഗത്തുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചക്കുളത്ത് കാവിലെ ഈ വർഷത്തെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഈ മാസം 13-നാണ് പൊങ്കാല.
പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ CPI ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അജിത് ശങ്കറിന്റെ ഓഫീസിൽ അതിക്രമം കാണിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കുകയും പ്രതികൾക്കായി സഹായ നിലപാട് സ്വീകരിച്ച ഹരിപ്പാട് സ്റ്റേഷൻ SIയെ സസ്പെൻഡ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹരിപ്പാട് ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി K സോമനാഥ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.